ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 5 ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തേർഡ് പാർട്ടാണിത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് അതായത് ഇത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ. അതായത് എക്സാമ്പിൾ നിങ്ങൾ നല്ലോണം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടന്നാലോ? ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Calculate the level of EBIT at which the EPS indifference point between the following financial alternatives will occur. Equity share capital of 6 lakh and 12% debenture of 4 lakh, or equity share capital of 4 lakh, 14% share capital of preference share capital of 2 lakh and 12% debentures of 4 lakh. ഇതിൽ രണ്ടിലും എന്താണ് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് സെയിം ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ടോട്ടൽ ക്യാപിറ്റൽ എമൗണ്ട് ഉള്ളതല്ലേ കമ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ റിലയൻസിന് പിന്നെ സാധാരണ സൂപ്പർ മാർക്കറ്റും കൊണ്ടുപോയി കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം രണ്ടും തമ്മിൽ ഹൈ വോളിയം ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഇപ്പം ഇതിൽ രണ്ടിലും ഇൻവെസ്റ്റഡ് എമൗണ്ട് 10 lakh തന്നെയാണ്. പക്ഷേ അതിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് കൊണ്ട് എന്താണ് ചേഞ്ച് വരുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. And assume that the corporate tax rate is 35% and the par value of equity share is ₹10 in each case. Each case 10 ആണ് par value എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ ഒന്നുമില്ല, ഈ സംഭവം കോൺസെപ്ച്വലി മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് ഇവിടുത്തെ ഇ പി എസ് ഇൻ ലിവേർഡ് ഫേം ഈക്വൽ ടു ഇ പി എസ് ഇൻ അൺലിവേർഡ് ഫേം, അല്ലെങ്കിൽ രണ്ട് ഫേമിൻ്റെ ഒരേ ക്യാപിറ്റൽ സ്ട്രക്ചറുള്ള ഈ കേസാണ് അധികവും ക്വസ്റ്റ്യനിൽ ചോദിക്കാറ്. അതായത് ഒന്നിൽ ഡെപ്റ്റ് ഉണ്ടാവില്ല, ഒന്നിൽ ഡെപ്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ കേസാണ്. ലിവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഉള്ള ഫേമിനെയാണ് ലിവേർഡ് ഫേം എന്ന് പറയുന്നത്. അൺലിവേർഡ് ഫേം എന്ന് പറയുമ്പോൾ അതിൽ ഡെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ ഇക്വിറ്റി തന്നെ ആയിരിക്കും. അതിനാണ് അൺലിവേർഡ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താണ്, രണ്ടിലും എന്തുണ്ട്? ഡെപ്റ്റ് ഉണ്ട്. ഒന്നിൽ പ്രിഫറൻസ് ഷെയർ എക്സ്ട്രാ ഉണ്ട് എന്നുള്ളൂ. അപ്പം ഇത് ആ കേസല്ല. അതായത് ഇത് സംഭവം ഒന്നുമില്ല. ഇ പി എസ് ഏത് രണ്ട് ഫേം എടുത്താലും, അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഇപ്പോൾ ഒരേപോലുള്ള രണ്ട് ഫേം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റെ ഇ പി എസ് സെയിം ആവുന്ന പോയിൻ്റാണ് എന്ത്? ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇ പി എസിന് ലിവേർഡ് ഫേമും അൺലിവേർഡ് ഫേമും ചെയ്യുന്നുണ്ടാകും. ഇ പി എസ് ഈക്വൽ ടു ഇ പി എസ് 1 ഈക്വൽ ടു ഇ പി എസ് 2. ഇ പി എസ് 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ്റെ ഇ പി എസ്, ഇ പി എസ് 2 എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ ഫേമിലെ ഇ പി എസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എയിൽ എന്തൊക്കെയാണുള്ളത്? എയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 6 lakh ആൻഡ് 12% ഡിബെഞ്ചേഴ്സ് ഓഫ് 4 lakh. അപ്പോൾ അതിലെങ്ങനെയാണ് വരിക? ഇ ബി ഐ ടി, അതിലെ ഇ പി എസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇ ബി ഐ ടി നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? ഇ ബി ടി കിട്ടും. ഇ ബി ടിനെ ടാക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്താ വരിക? 1 - ടാക്സ്. 1 - ടാക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എഴുതിയാൽ എന്ത് കിട്ടും? EPS 1 കിട്ടും. കാരണം എന്താ, EBIT
ഇൻട്രസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടി? ഇതാണ് EBT. EBTനെ 1 - ടാക്സ് ചെയ്താൽ എന്തായി? ഇത് EAT ആയി, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയി. ഇവിടെ എന്തില്ല? പ്രിഫറൻസ് ഷെയർ ഇല്ല. പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിലാണ് EATൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ടത്. ഇത് പ്രിഫറൻസ് ഷെയർ ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ നേരെ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ എന്ത് കിട്ടും? ഈ EAT തന്നെയാണ് ഇവിടെ ഏണിങ്സ് അവൈലബിലിറ്റി ഇക്വിറ്റി ഷെയർ ഉള്ളത്. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ EPS കിട്ടും. ഇനി രണ്ടാമത്തെ ഫേമിലേക്ക് വരുമ്പം രണ്ടാമത്തെ ഫേമിൽ ഡെപ്റ്റ് ഉണ്ട്. അപ്പം EBIT ലെസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ്, 1 - ടാക്സ് ചെയ്ത്. അപ്പം ഇതെന്തായി? ഇങ്ങനെ ചെയ്താൽ EAT ആയി. എന്നിട്ട് ഇത് ഹോൾ മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്താലാണ് എന്ത് കിട്ടുക? ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏണിങ്സ് ആഫ്റ്റർ ടാക്സിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡും കൂടി മൈനസ് ചെയ്യണം. അങ്ങനെ പ്രിഫറൻസ് ഡിവിഡൻഡും കൂടി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ഏണിങ്സ്. അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ ഇവിടെ EPS ആയി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ നിങ്ങൾ EBITനെ X ആക്കി എടുക്കുക, അല്ലെങ്കിൽ EBIT തന്നെ എടുക്കുക. ഇനി ഓരോ ഫിഗേഴ്സ് നമുക്ക് അറിയുന്ന ഫിഗേഴ്സൊക്കെ കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. അതായത് EBIT ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണുള്ളത്? പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഗിവൺ എഴുതുന്നത് നന്നായിരിക്കും. ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. അപ്പോൾ ഗിവണിൽ ഫസ്റ്റ് കേസിൽ എൻ്റെ കേസിൽ എന്തൊക്കെ തന്നിട്ടുള്ളത്? 6 lakh ക്യാപിറ്റൽ ആൻഡ് 12% ഡിവെഞ്ചേഴ്സ് ഓഫ് 4 lakh. അപ്പം 6 lakh ക്യാപിറ്റൽ എന്ന് പറയുമ്പം ₹10 ഈച്ച് ആണ്. 6 lakh ഇക്വിറ്റി, 4 lakh ഡെപ്റ്റ് ആണ്. ആ ഡെപ്റ്റിൻ്റെ 12% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. 4 lakh ഡെപ്റ്റ്. അപ്പം ഇൻട്രസ്റ്റ് എങ്ങനെ കിട്ടും? ഇൻട്രസ്റ്റ് 4 lakh × 12% അടിക്കുമ്പോൾ 4 lakh × 12% ഈക്വൽ ടു 48,000 എന്ന് കിട്ടും. 48,000 ഇൻട്രസ്റ്റ് കിട്ടും. ഇനി ബിയിലെ കേസ് എന്താണ്? ബിയിൽ എത്രയാണ് ഇക്വിറ്റി ഉള്ളത്? 4 lakh ആണ് ഇക്വിറ്റി ഉള്ളത്. അതിൽ എത്രയാണ് ഡെപ്റ്റ് ഉള്ളത്? പ്രിഫറൻസ് ഷെയർ 2 lakh ഉണ്ട്, അത് 14% ആണ്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ 2 lakh. അപ്പോൾ അതിൻ്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്? 2 lakh ഇൻറ്റു 14% ഈക്വൽ ടു 28,000 എന്ന് വരും. അതുപോലെ തന്നെ 4 lakhൻ്റെ ഡിവെഞ്ചേഴ്സ് 4 lakh 12,000 അല്ല 12% 4 lakh ഡിവെഞ്ചേഴ്സും. അപ്പം 4 lakh ഡെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? 48,000 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ച് ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ കോൺസെപ്റ്റിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. EPS എന്താണോ സംഭവം അത് നമ്മൾ എന്ത് ചെയ്യുന്നു? EBIT മുതൽ തുടങ്ങിയിട്ട് അങ്ങ് ചെയ്യുന്നു. അതായത് EBIT ലെസ് ഇൻട്രസ്റ്റ്, എന്നിട്ട് അതിനെ ടാക്സിനെ കൊണ്ട് ടാക്സിൻ്റെ എഫക്റ്റ് കഴിഞ്ഞിട്ട് ടാക്സ് ആഫ്റ്റർ ടാക്സ് ആക്കി മാറ്റുന്നു. അതിനാണ് 1 - ടാക്സ് ചെയ്യുന്നത്. അപ്പം എന്ത് കിട്ടും? EAT കിട്ടും. EAT ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ EPS കിട്ടും. ഇനി പ്രിഫറൻസ് ഷെയറും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രിഫറൻസ് ഡിവിഡൻഡും കൂടി മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്ത്? ഏണിങ്സ് അവൈലബിലിറ്റി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ അവിടെ EPS കിട്ടും. അപ്പം ഈ രണ്ട് EPSും സെയിം ആവണമെന്നാണ് നമ്മളെ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ആദ്യത്തേൽ ഇനി നമുക്ക് ഓരോന്നും വാല്യൂസ് കൊടുക്കാം. EBIT നമുക്ക് എന്താക്കി എടുക്കാം? EBIT നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അത് അവിടെ എന്താക്കി വെക്കുക? X, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. X ലെറ്റ് EBIT be X
അപ്പോൾ എക്സ് എന്ന് ഞാൻ കൊടുത്ത്, നിങ്ങൾക്ക് എക്സ് എന്ന് കൊടുക്കണമെങ്കിൽ സാധാ വാല്യൂ തന്നെ കൊടുത്താൽ മതി, EBIT തന്നെ കൊടുത്താൽ മതി. എക്സ് മൈനസ് 48,000 ഇൻറ്റു എത്രയാണ് ടാക്സ് റേറ്റ് 35% ആണ്. 1 - 35% ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. 1 - 35% പറയുന്ന ഒരു റോങ് ആയിട്ടുള്ള ഇതാണ്. 0.35 എന്ന് എഴുതിയാൽ മതി. അതായത് 35% പറഞ്ഞാൽ എന്താണ് 0.35 ആണ്. അപ്പം 1 - 0.35 അങ്ങനെ ഇതൊന്നാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് എത്ര ഉണ്ട്, അതിനാണ് ഇക്വിറ്റി. 6 lakh ഇക്വിറ്റി ഉണ്ട്. ഒരു ഇക്വിറ്റി എത്രയാണ്, അതായത് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ റുപ്പീസ് തന്നെയാണ്. അപ്പോൾ എത്ര ഷെയർ ഉണ്ടാവും, 60,000 ഷെയർസ് ഉണ്ടാവും. അപ്പം നമ്പർ ഓഫ് ഷെയർസ് എത്ര ഉണ്ട്, 60,000 ഷെയർസ് ഉണ്ടാവും. ഈക്വൽ ടു ഇവിടെ എത്രയാണ്, ഇവിടെ എക്സ് മൈനസ് 48,000 തന്നെയാണുള്ളത് ഇൻറ്റു 1 - 0.35 ഹോൾ മൈനസ് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യാനുള്ളതാണ്. എന്താണ് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യുക 28,000. എന്താ പ്രിഫറൻസ് ഡിവിഡൻഡ് ലാസ്റ്റ് ചെയ്യുന്നത്, കാരണം അത് ആഫ്റ്റർ ടാക്സ് ആയിട്ടാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്പർ ഓഫ് ഷെയർസ്, ഇവിടെ 4 lakh ഇക്വിറ്റി ആണുള്ളത്. അപ്പം 40,000 ഷെയർസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇനി ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്തിട്ട് സാധാ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സിനെയും 48,000നെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 1 - 0.35. 1 - 0.35 എത്രയാണ് വരുന്നത്, 0.65. 0.65നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 0.65x മൈനസ് 48,000 ഇൻറ്റു 0.65 31,200 ഡിവൈഡ് ബൈ 60,000 ഈക്വൽസ് 0.65x മൈനസ് 31,200 ഹോൾ മൈനസ് 28,000 എന്ന് വരും. ഈ ഹോൾ മൈനസ് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹോൾ മൈനസ് ആക്കി കൊടുക്കുന്നത്. അപ്പം ഡിവൈഡഡ് ബൈ 40,000. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സീറോസ് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. കാരണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയ എമൗണ്ടായി മാറണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ മാറ്റണമെങ്കിൽ ഇതിനെ വെട്ടിക്കളയാം. എത്ര സീറോ ആണ് ഇപ്പുറത്ത് എത്രയാണോ, ഇപ്പം നമ്മൾ ഈക്വൽ സൈൻസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എമൗണ്ട് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 10,000, അതായത് 10,000ന് സീറോസ് 4 സീറോസ് കട്ട് ചെയ്യുക, ഇപ്പുറത്തും 4 സീറോസ് കട്ട് ചെയ്യാം. അപ്പം 6 4 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐറ്റം കിട്ടും. അപ്പോൾ അതെങ്ങനെ വരുന്നത്, ഇനി ഒന്ന് വേണേൽ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 0.65x മൈനസ് 31,200 ഈക്വൽ ടു 0.65x മൈനസ് 31,200 28,000 രണ്ടും മൈനസ് ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടാം. മൈനസ് 59,200 ഡിവൈഡഡ് ബൈ 4ഉം ഡിവൈഡഡ് ബൈ 6ഉം. ഇനി എന്ത് ചെയ്യുക, ഈ 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, 4നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പം എന്ത് കിട്ടും, 0.4 ഇൻറ്റു 0.65 ഇൻറ്റു 4 ഈക്വൽ ടു 2.6. 2.6x മൈനസ്
31,200 into 4, 1,24,800 equals 0.65 into 6, 3.9x minus 59,200 into 6, 355,200. ഇനി എന്ത് ചെയ്യുക, എമൗണ്ട്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, എക്സിന് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പം ഇതിലേതാ വലുത്? ഇതല്ലേ വലുത്. അപ്പം 3.9x മൈനസ്, ഇവിടെ പ്ലസ് ഉള്ള ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. അപ്പം 2.6x. അപ്പോൾ ഈ 355 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇവിടെ ഓൾറെഡി മൈനസ് ആണുള്ളത്. അപ്പം 355,200 minus 124,800 equals 3.9x minus 2.6x. 355,200 minus 124,800 is equal to 230,400 is equal to 3.9 minus 2.6, 1.3x എന്ന് വരും. അപ്പോൾ ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇസ് ഈക്വൽ ടു 230,400 ഡിവൈഡഡ് ബൈ 1.3 ഇസ് ഈക്വൽ ടു 230,400 divided by 1.3 is equal to 177,230.77 വരും. ഇതന്നെയാണോ കിട്ടുന്ന ആൻസർ എന്ന് നോക്കുക. അതാ കണ്ടോ, ആൻസർ റെഡി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതായത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായാൽ പിന്നെ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം സിമ്പിളാണ് സംഭവം. പിന്നെ മാത്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലിക്കേഷനും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും എക്സ് സോൾവ് ചെയ്യുന്ന അറിയുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞ്. അപ്പോൾ ഇത് സിമ്പിളല്ലേ. ഇനി അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും. ക്വസ്റ്റ്യൻ നമ്പർ 2. ആൽഫ റിക്വയർസ് ഫണ്ട്സ് amount to 80 lakh from its new project to raise funds. To raise funds, the company has following two alternatives. അതായത് ആൽഫക്ക് 80 lakhs ഫണ്ട് വേണം. അതിന് 2 alternatives ആണുള്ളത്. ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് അറ്റ് പാർ അമൗണ്ടിങ് ടു 60 lakh and borrow balance amount at interest rate of 12% per annum. To issue equity shares at par and 12% debentures in equal proportion. അതായത് ഇക്വിറ്റി ഷെയറും ഡിബഞ്ചേഴ്സും ഈക്വൽ പ്രൊപ്പോർഷനിൽ ഇഷ്യൂ ചെയ്യാൻ. The income tax rate is 30%. Find out the level of EBIT and EPS. Also find out which option is best for the entity. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം ആൻസർ നോക്കുക. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്തൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 2 ഓപ്ഷൻസ് ആണുള്ളത്. ഗിവൺ എന്താണ്? ടു ഇഷ്യൂ 60 ലാഖിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ഷെയർസ് 60 lakh. ഇപ്പം നമ്പർ ഓഫ് ഷെയർസോ? ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ ഫേസ് വാല്യൂ എത്രയെന്ന് തന്നിട്ടില്ല. ഇപ്പോൾ ഫേസ് വാല്യൂ എത്രയെന്ന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഒരു 10 അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ 100 അസ്യൂം ചെയ്യുക. ജസ്റ്റ് ഒന്ന് പിന്നെ അവിടെ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് ₹10. അങ്ങനെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തരാത്ത കേസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ടായിട്ടൊന്ന് കൊടുക്കുക. ₹10 എടുത്താലും 100 എടുത്താലും ഒക്കെ റെഡിയായി വരും.
ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടില്ലെങ്കിലാണ്. അപ്പം നമ്പർ ഓഫ് ഷെയർസ് ഞാൻ ജസ്റ്റ് എന്തെടുക്കുന്നു 10 ആയിട്ട് എടുക്കുന്നു. അപ്പം 6 lakh നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. ബോറോ ദ ബാലൻസ് എമൗണ്ട് എത്രയാണ്? 20 lakh. 20 lakh ഡെപ്റ്റ് ഉണ്ട്. അതിന് 12% ആണ്. 12% ഓഫ് 20 lakh എന്ന് പറയുമ്പം ഇൻട്രസ്റ്റ് 240 ഇൻട്രസ്റ്റ് വരും. 240 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയാണ്? ഈക്വലി ആണ് ചെയ്യുന്നത്. അതായത് ഷെയർസ് എത്ര ഉണ്ടാവും? 80 lakh ഈക്വലി ആവുമ്പോൾ 80 lakh ഡിവൈഡ് ബൈ 2, അതായത് 40 lakh ആയിരിക്കും ഇക്വിറ്റി ഉണ്ടാവുക. ഇപ്പം നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 4 lakh ആയിരിക്കും. ഇതിൽ എത്രയാണ് ഡെപ്റ്റ് വരുന്നത്? 40 lakh ആണ് ഡെപ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ഉണ്ടാവും? ഇൻട്രസ്റ്റ് 48,000. അതായത് രണ്ടിലും 12% തന്നെയല്ലേ ആണ്. അപ്പോൾ 48,000 ആണ് എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് വരുന്നത്. ടാക്സ് റേറ്റ് 30% വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അതായത് EBIT എക്സ് ആക്കി എടുക്കുക. ഇൻട്രസ്റ്റ് EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഈക്വൽസ് EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഈക്വൽ ടു EBIT എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് ഇൻട്രസ്റ്റ് എത്രയാണ്? ഫസ്റ്റ് കേസിൽ 240 ആണ്. 240 ഇൻറ്റു 1 മൈനസ് ടാക്സ് എന്ന് പറയുമ്പം 0.3 ആണ് ടാക്സ് വരുന്നത്. അപ്പോൾ 0.7 നമ്പർ ഓഫ് ഷെയർസ് 6 lakh ഷെയർസ് ആണ് ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിൽ എക്സ് മൈനസ് 4,80,000 divided by 4,80,000 into 0.7 divided by 4 lakh. ഇവിടെ 0 വെട്ടുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 240 into 0.7 എന്ന് പറയുമ്പോൾ 1,68,000 വരും. 1,68,000 0.7x minus 1,68,000 is equal to 0.7x minus 4,80,000 into 0.7 3,36,000 വരും. divided by 6 divided by 4. ഇനി എന്ത് ചെയ്യുക? ആ 6നെയും 4നെയും അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം 4 into 0.7 0.7 into 4 is equal to 2.8x minus 1,68,000 into 4 6,72,000 is equal to 0.7 into 6 4.2x minus 3,36,000 into 6 20,16,000. ഇനി എന്ത് ചെയ്യുക? നമ്പേഴ്സിനെ ഒന്നിച്ച് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എക്സിനെ ഒന്നിച്ച് കൊണ്ടുപോവുക. 2.8x അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 4.2x മൈനസ് 2.8x എന്ന് പറയുമ്പം 1.4x ഈക്വൽ ടു 20,16,000
16,000 minus 6,72,000, 30,44,000 എന്ന് വരും. അത് എക്സ് ഈക്വൽ ടു 30,44,000 ഡിവൈഡഡ് ബൈ 1.4 ഈക്വൽ ടു 9,60,000 എന്ന് വരും. അപ്പോൾ EBIT നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? EPS ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ EPS ഇട്ടാൽ എന്താ ചെയ്യുക? EPS എന്താണ് നമുക്ക് അറിയാം. EPS എന്താണ്? EBITന്ന് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് അതിനെ ടാക്സ് ആഫ്റ്റർ ടാക്സ് ആക്കി മാറ്റിയാൽ എന്ത് കിട്ടും? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അപ്പം ഏണിങ്സ് ആഫ്റ്റർ ടാക്സിന് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? EPS കിട്ടും. അപ്പോൾ ഇവിടെ EBIT എത്രയാണ്? ഇവിടെ ഓൾറെഡി നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 0.7x മൈനസ് 1,68,000 ഡിവൈഡ് ബൈ 6 എന്നുണ്ട്. ഇത് 6 അല്ല, 6 lakh ഷെയർസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് റൗണ്ട് ചെയ്ത്, അതായത് ഈ സീറോസിനെ വെട്ടിയിട്ട് ഇക്വേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു, 6 ആക്കി മാറ്റിയതാണ്. അപ്പോൾ നേരെ നമ്മൾ EPS കാണുമ്പോൾ എന്ത് ചെയ്യുക? ഫുൾ ഷെയർസിനെ എടുക്കുക, അതായത് 6 lakh ഷെയർസിനെ എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? 0.7x, അപ്പം 0.7 ഇൻറ്റു 9,60,000 മൈനസ് 1,68,000 ഡിവൈഡഡ് ബൈ 6 lakh ഷെയർസ് ഈക്വൽ ടു എന്ത് വരും? ഇത് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 8.4 എന്ന് വരും. 8.4 EPS is equal to 8.4. അപ്പം എന്താണ്? EPS നമുക്ക് കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് നമ്മളോട്. അപ്പം നമ്മൾ EPS കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് നമുക്ക് എന്താ സിമ്പിളായിട്ട് വേഗം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ സംഭവം എന്താണ്, കോൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്തത്? എന്തൊക്കെയാണോ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഗിവൺ എന്ന് കൊടുത്തു. അതായത് വലിയ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരുപാട് വായിച്ച് എടുത്ത് പിന്നെയും പോയി അങ്ങനെ ടൈം പോക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഗിവൺ എടുത്ത് ചെയ്യുക. എന്നിട്ട് ആ ഗിവണിന്ന് ഓരോന്നെടുത്ത് നമ്മൾ നോക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2 ഇക്വേഷൻസ് എഴുതി, എന്നിട്ട് ഇക്വേറ്റ് ചെയ്തു. നമ്മൾ സിമ്പിൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്തു, എന്നിട്ട് കണ്ടുപിടിച്ചു, EPS കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ ഇൻ്റർപ്രിട്ടേഷൻ ചോദിക്കുന്നുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നത്? ഫൈൻഡ് ഔട്ട് വിച്ച് ഓപ്ഷൻ ഈസ് ബെസ്റ്റ് ഫോർ ദ എൻറ്റിറ്റി. വിച്ച് ഓപ്ഷൻ ഈസ് ബെസ്റ്റ് ഫോർ ദ എൻറ്റിറ്റി, എൻറ്റിറ്റിക്ക് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്? ദ നോട്ട് ഗിവൺ ഇൻ അബവ് വിച്ച് compares EBIT and indifference point to be attached. അതായത് നമ്മൾ മുകളിൽ ഓൾറെഡി ഒരു EBIT ഇൻഡിഫറൻസിൻ്റെ ഡിഫറൻസസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ഓൺ ബേസ്ഡ് ഓൺ ABS ആൻഡ് EBIT ആൻഡ് EPS ഇൻഡിഫറൻസ് പോയിന്റ്. അപ്പോൾ ഇതിലുള്ള നമ്മളെന്താണ് കമ്പനീൻ്റെ EBITൻ്റെ ലെവലും അതുപോലെ തന്നെ ആ ലെവലിനനുസരിച്ച് ഏതാണ് പ്രിഫറബിൾ മെത്തേഡ് എന്നുള്ള ഈ റീസൺസും ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ കൊടുക്കേണ്ടത്. EBIT ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും കുറവാണെങ്കിൽ ഓപ്ഷൻ വിത്ത് ലോവർ ഡെപ്റ്റ് ആണ് നല്ലത്. EBIT ഇൻഡിഫറൻസ് പോയിന്റിന് ഈക്വൽ ആണെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. EBIT ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഓപ്ഷൻ വിത്ത് ഹയർ ഡെപ്റ്റ് ആൻഡ് ഹയർ ഇൻട്രസ്റ്റ് ബേർഡൻ ആയിരിക്കും നല്ലത്. കാരണം നമുക്ക് എന്ത് ചെയ്യും? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എഫക്റ്റും അതുപോലെ തന്നെ റിട്ടേൺ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഓക്കെ ആണല്ലോ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.